എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഫേസ്ബുക്കിൻ്റെ കണ്ടന്റ് മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്ക് ഒരു അപ്ഡേഷൻ വരുത്തിയിട്ടുണ്ട്. ആ അപ്ഡേറ്റ് എന്താണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഇനി നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്ക് പേജിലാണ് കാണണമെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഫേസ്ബുക്കിൻ്റെ കണ്ടന്റ് മോണിറ്റൈസേഷൻ അവൈലബിൾ ആകണം എന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് നിലവിൽ പറയുന്ന ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫേസ്ബുക്കിൻ്റെ പാർട്ണർ മോണിറ്റൈസേഷൻ പോളിസി, അതേപോലെ തന്നെ കണ്ടന്റ് മോണിറ്റൈസേഷൻ പോളിസി, പിന്നെ അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ്, പിന്നെ നമ്മൾ ഫേസ്ബുക്കിൽ ഒരു 30 ഡേയ്സ് ആക്റ്റീവായിട്ട് പോസ്റ്റ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ കണ്ടന്റ് മോണിറ്റൈസേഷൻ എന്ന പ്രോഗ്രാമിലേക്ക് ഫേസ്ബുക്ക് ഇൻവിറ്റേഷൻ ചെയ്യും എന്നാണ് നിലവിലുള്ള ഫേസ്ബുക്കിൻ്റെ അപ്ഡേഷൻ. അത് അവൈലബിൾ ആകണം എന്നുണ്ടെങ്കിൽ ഇതിൽ ഫേസ്ബുക്ക് ഇപ്പോൾ വരുത്തിയിട്ടുള്ളൊരു മാറ്റം എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ എന്നിട്ടുള്ള ബീറ്റ വെർഷൻ പ്രോഗ്രാം അവർ എന്ത് ചെയ്തു, ഒഫീഷ്യലായിട്ട് ലോഞ്ച് ചെയ്തിട്ട് ടൂൾസ് ആയിട്ട് ഇപ്പോൾ നമ്മളുടെ എല്ലാവർക്കും അവരുടെ ഫേസ്ബുക്ക് പേജിൽ മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞ ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടന്റ് മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞ ടൂൾസ് കാണാൻ പറ്റും. അതിനു മുമ്പ് അവിടെ കണ്ടിരുന്നത് ആഡ്സ് ഓൺ റീൽസ്, ഇൻസ്ട്രീം ആഡ്സ്, ബോണസ്, സബ്സ്ക്രിപ്ഷന്, ഇങ്ങനെയുള്ള പ്രോഗ്രാമിങ്. അപ്പോൾ അതിലൊരു മാറ്റം വരുത്തി. അതായത് ഇൻസ്ട്രീം ആഡ്സും ആഡ്സ് ഓൺ റീൽസും ബോണസും ഈ 3 പ്രോഗ്രാമിങ് അവിടുന്ന് റിമൂവ് ആയിട്ടുണ്ടാവും. അതിന് പകരം വന്നിട്ടുള്ളത് കണ്ടന്റ് മോണിറ്റൈസേഷൻ എന്നിട്ടുള്ള ഈ ടൂൾസാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ നിലവിലുള്ള ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 30 ഡേയ്സ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ അവരുടെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ്, പാർട്ണർ മോണിറ്റൈസേഷൻ പോളിസി, അതേപോലെ തന്നെ കണ്ടന്റ് മോണിറ്റൈസേഷൻ പോളിസി റൂൾസ് ഫോളോ ചെയ്തിട്ടാണ് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പ്രോഗ്രാമിലേക്ക് അവർ ഇൻവിറ്റേഷൻ ചെയ്യും. ഇനി ഇതിൽ എത്ര ഫോളോവേഴ്സ് വേണം അല്ലെങ്കിൽ എത്ര വാച്ചിങ് ടൈം വേണം എന്നുള്ളതിൻ്റെ ഒരു അപ്ഡേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഓഗസ്റ്റ് 31 വരെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് സെപ്റ്റംബർ 1 നമുക്ക് കറക്റ്റായിട്ട് അപ്ഡേഷൻ കിട്ടും. ഇതിൽ എത്ര വാച്ചിങ് ടൈം വേണ്ടി വരും അല്ലെങ്കിൽ എത്ര ഫോളോവേഴ്സ് വേണം നമുക്ക് മോണിറ്റൈസേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അതുവരേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാർട്ണർ മോണിറ്റൈസേഷൻ പോളിസി, അതേപോലെ തന്നെ കണ്ടന്റ് മോണിറ്റൈസേഷൻ പോളിസി, അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ്, പിന്നെ നമ്മൾ ആക്റ്റീവായിട്ട് പോസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പേജിൽ മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പ്രൊഫൈൽ മോണിറ്റൈസേഷൻ ചെയ്യാം. അതല്ലാതെ ഫേസ്ബുക്ക് ഇപ്പോൾ ആർക്കും വാരിക്കോരിയിട്ട് അതല്ലെങ്കിൽ മോണിറ്റൈസേഷൻ കൊടുക്കണില്ല, അല്ലെങ്കിൽ അവർ ആ റൂൾസ് ഫോളോ ചെയ്യണമെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മുടെ ഫേസ്ബുക്ക് പേജ് ആണെങ്കിലും പ്രൊഫൈലാണെങ്കിലും മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റും. ആ റൂൾസ് എന്ന് പറയുന്നത് ഈ 3 കാര്യങ്ങളാണ്. ഒന്ന് പാർട്ണർ മോണിറ്റൈസേഷൻ പോളിസി, അതേപോലെ തന്നെ കണ്ടന്റ് മോണിറ്റൈസേഷൻ പോളിസി, പിന്നെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് പോളിസി. ഈ 3 റൂൾസ് ഫോളോ ചെയ്യണം. പിന്നെ നമ്മൾ ആക്റ്റീവായിട്ട് കണ്ടിന്യൂസ് വീഡിയോസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവിറ്റേഷൻ ചെയ്യും. പിന്നെ ഈ വന്നിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഫേസ്ബുക്കിൽ വന്നിട്ടുള്ള ഒരു മാറ്റങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ ഒരു ഇൻ്റർഫേസ് ടോട്ടലി ഇപ്പോൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇപ്പം മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞ ടാബിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതായത് ഇൻസ്ട്രീം ആഡ്സ്, ആഡ്സ് ഓൺ റീൽസ്, ബോണസ്, ഈ 3 ഓപ്ഷൻസ് ഇപ്പോൾ അവൈലബിൾ അല്ല. അതിന് പകരം കണ്ടന്റ് മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞ ടൂൾസ് ആയിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ പേജ് മോണിറ്റൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ അത് ആ ഒരു മോണിറ്റൈസേഷൻ എന്നുള്ളത്, അതായത് അവൈലബിൾ ടൂൾസിൽ കണ്ടന്റ് മോണിറ്റൈസേഷൻ എന്നുള്ളത് കാണിക്കും. അതല്ലെങ്കിൽ നോട്ട് അവൈലബിൾ എന്നാണെന്നുണ്ടെങ്കിൽ അവിടെ അതിന് താഴെയായിട്ട് കണ്ടന്റ് മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞ ടൂൾസിനേക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് ഇതിൽ വന്നിട്ടുള്ള മാറ്റം. അതായത് ആ ബീറ്റ വേർഷൻ അവർ ചേഞ്ച് ചെയ്തിട്ട് എന്തായി ഒഫീഷ്യലായിട്ട് ടൂൾസായിട്ട് ഇൻട്രൊഡക്ഷൻ ചെയ്തു അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇനിയും ഒരുപാട് മാറ്റങ്ങൾ വരേണ്ട. അതായത് എത്ര ഫോളോവേഴ്സ് വേണം നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ എത്ര വാച്ചിങ് ടൈം വേണ്ടി എന്നുള്ളതൊക്കെ അത് വരുമോ ഇല്ലെങ്കിൽ വരാതിരിക്കുക, എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്നുള്ളത് കറക്റ്റായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഈ മാസം അതല്ലെങ്കിൽ ഈ വർഷം, അതായത് സെപ്റ്റംബർ 1 വരെ നമ്മൾ വെയിറ്റ് ചെയ്യൽ നിർബന്ധമാണ്. അതുവരെയൊക്കെ നമുക്ക് നമ്മുടെ പേജ് മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഫേസ്ബുക്കിൻ്റെ പാർട്ണർ മോണിറ്റൈസേഷൻ പോളിസി, കണ്ടന്റ് മോണിറ്റൈസേഷൻ റൂൾസ്, അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ്, പിന്നെ ആക്റ്റീവായിട്ട് വീഡിയോസ് ഇടണം. ഈ കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ആ ഒരു അപ്ഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീറ്റ വെർഷൻ അവർ ചേഞ്ച് ചെയ്തിട്ട് എന്തായി ടൂൾസ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് മാത്രമാണ് അവർ വന്നിട്ടുള്ളൊരു മാറ്റം എന്ന് പറയുന്നത്. അതല്ലാതെ വേറൊരു മാറ്റം വന്നിട്ടില്ല. ഓക്കെ.